ഇതെന്താ പ്രൈവറ്റ് നമ്പർ? ഹലോ ആരാ? ഹലോ ഹലോ, എന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ. എടി മീരെ, ഹലോ, ആരാ ഇത്? ഹലോ ചോദിച്ച കേട്ടില്ലേ? ആരാ വിളിക്കുന്നേ? ഹലോ. ഫോൺ എടുത്ത് ദൂരെ വെറുതെ. ആരാ? ഭൂമിനാഥൻ. ഏത് ഭൂമിനാഥൻ? ബോഡി ഗാർഡ് ഭൂമിനാഥൻ. ബോസ്, നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, ഫോണിൽ ആരാണോ ചോദിച്ചത്? അത് തന്നെയാ ഞാനും ചോദിച്ചത്, പറഞ്ഞാലേ അറിയുള്ളൂ. നമ്പർ വന്നിട്ടില്ലേ? തിരിച്ചു വിളിച്ച് ചോദിച്ചാ പോരെ? നമ്പർ ഒന്നും വന്നില്ല. നമ്പർ വരാതെയാണ് അപ്പൊ കോൾ വരുന്നത്. എന്നാ മിണ്ടാതെ കിടന്നു. നമ്പർ വന്നിട്ട് നമുക്ക് വിളിക്കാം. ബോസിന്റെ സൗണ്ട് വീണ്ടും കേട്ട് മിണ്ടാതിരുന്നാൽ അത് നമുക്ക് രണ്ടുപേർക്ക് നാണക്കട. അതുകൊണ്ട് ഞാൻ സംസാരിക്കാം. ആരുടെ അടുത്ത കളി? ഹലോ ഹലോ ബോസ്, ഒരു പെണ്ണാ സംസാരിക്കുന്നത്. പെണ്ണാണെന്നോ? ഏത് പെണ്ണ്? അത് ഏത് നമ്പറിൽ നിന്നാ വിളിക്കുന്നതെന്ന് ചോദിക്കാം. ഹലോ, നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാ വിളിക്കുന്നത്? നിങ്ങൾക്ക് ആരെ വേണോ? ഇത് ഭൂമിനാഥന്റെ നമ്പർ അല്ലേ? ഫോൺ അദ്ദേഹത്തിൻ്റെതാണ്, പക്ഷെ ടോൺ എന്റേതാണേ. നീ ആരാ മോളെ? ലവ. ബോസ്, ലവറാ ബോസ്? നിന്റെ ലവർ എന്തിനാണ് എന്റെ ഫോണിൽ വിളിക്കുന്നത്? എന്റെ ലവർ അല്ല, ഇത് നിങ്ങളുടെ ലവറാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ആരാടി നീ? നീ എന്താ ഫോണിൽ വിളിച്ച് കളിയാക്ക? പല്ലടിച്ചാൻ താഴെയിടും. വെക്കടി ഫോൺ. ബോസ്, ഇത് തേങ്ങയൊന്നുമല്ല, ഉടക്കരുത്. ഇത് സെൽഫോണ് ബോസ്. ഇത് കണ്ടുപിടിക്കാൻ ഏബ്രഹാം ലിങ്കൺ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാവോ? ഏബ്രഹാം ലിങ്കൺ ആണോ അബ്ദുൽ കലാം ആണോ? അയ്യോ പാവം, പുള്ളി കൺഫ്യൂസ് ആയി. രാവിലെ ചോദിക്കാം. ഐഡിയ വർക്കൗട്ടായി. ഇപ്പോഴത്തേക്ക് ഇത് മതി, ബാക്കി നാളെ. ഗുഡ് നൈറ്റ്. മിത്രേ, മീരേ, കഥവ് തുറക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രണ്ടുപേരും വേഗം റെഡിയായി താഴേക്ക് വാ. Come on, get ready. എടി എഴുന്നേക്ക്. Mira, come on, get ready. Get ready. Come on. വേഗം എഴുന്നേക്ക്. ശല്യം. മീരെ, പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഇല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ മുകളിലേക്ക് കയറി വരും. പറഞ്ഞേക്കാം. King Lear's opening scene has also got its own importance. Let's see how Shakespeare opens the door. King Lear is a tragical drama of the author. As the opening scene discusses above the partition of the kingdom. Above the partition of the kingdom. Yeah, come on, take the notes. The whole play takes off from a funny love test. I repeat. The whole play takes off from a funny love test. The cast. The whole play takes off from a funny love test. The question is. The whole play takes off from a funny love test. The question is. ചെയ്തൂടെ? ഇങ്ങനെ കട്ട് ചെയ്യുന്നോണ്ടാണ് വീണ്ടും വിളിക്കുന്നത്. വേണ്ട, ഈ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഏതോ റോങ് നമ്പറാ. ടേക്ക് ദ നോട്ട്സ്. ദ ഹോൾ പ്ലേ ടേക്സ് ഓഫ് ഫ്രം എ ഫണ്ണി. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ അത് ഓഫ് ചെയ്ത് വെച്ചൂടെ? ഫോൺ ഓഫ് ചെയ്യാൻ പാടില്ലെന്ന് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കട്ടായല്ലോ. ദ ഹോൾ പ്ലേ ടേക്സ് ഓഫ്. എഴുതി തന്നെ വീണ്ടും പറയുന്ന. ഓ സോറി. ദ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് ഇംപെൻഡിംഗ് ഡിവിഷൻ ഓഫ് കിങ്ഡം. Impending divisions of king. Class dismissed. എനിക്ക് അർജന്റായിട്ടൊരു ജോലിയുണ്ട്. നിങ്ങൾ പൊയ്ക്കോ. വേഗം പൊയ്ക്കോ.
എടി നിന്നെ. ഹലോ ഹലോ ഹലോ. വെച്ചല്ലേ? ഇപ്പൊ നീ കട്ട് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടതാ. നീ എന്റെ മുന്നിലെങ്ങാനും വന്ന് ചാടിയാലുണ്ടല്ലോ കൊല്ലുപിടി ഞാൻ. Yes. And that's how is it done, baby. This is too much, Meera. ടീച്ചുമാരി ഇനി അടിച്ചു പൊളിച്ച് ഉറങ്ങാൻ പോവാ. ഗുഡ് മോർണിംഗ്. മീരെ, ഉറങ്ങിയത് മതി. വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്. ഇത്ര നേരത്തെ എന്തിനാടി എണ്ണീപ്പിക്കണേ? എന്താ നേരത്തെയോ? സമയം എത്രയെന്ന് അറിയോ നിനക്ക്? 7 മണി മുതൽ യൂണിഫോം ഒക്കെ ഇട്ട് ബോഡി ഗാർഡ് റെഡി ആയിട്ട് അവിടെ നിപ്പുണ്ട്. ആ യൂണിഫോം ഇന്ന് അതിന്റെ അവസാനം. പാർവതി നമ്പ്യാർ. കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഒക്കെ പിക്കപ്പ് ആയി. ബോസ്, ഏതോ പാർവതി നമ്പ്യാർ ബോസിനെ വിളിക്കുന്നത്. എടി നീയാണല്ലേ? അല്ല, ആരാ ഈ പാർവതി നമ്പ്യാരെ? പാർവതി നമ്പ്യാരല്ലടാ, പ്രൈവറ്റ് നമ്പർ എഴുതിയേക്കുന്നത്. ഓ, അപ്പൊ രണ്ടിനും ഒരേ സ്പെല്ലിംഗ് ആണോ? അവളാ. വാടി നീ വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കഴിവറ മോളെ. ബോസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്താലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാം എനിക്ക് മനസ്സിലായി. യു ബ്ലഡി ഹെൽ. വിളിച്ച ബോസേ? ഫോണിലാണോ? ഫോണിൽ സംസാരിക്കാതെ നേരിട്ട് വാടി. നിന്റെ ഭ്രാന്തി ഞാൻ തീർത്തു തരാടി. ഇത് മാറ്റാൻ പറ്റാത്ത ഭ്രാന്ത. പ്രേമം മൂത്തിരിക്ക. അതും നിന്നോട്. എന്താ? നീ ധരിക്കുന്ന യൂണിഫോം, ക്യാപ്, കൂളിംഗ് ഗ്ലാസ്, നിന്റെ നടപ്പ്, സ്റ്റൈൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ തന്നെയാണ് ഹീറോ. ഹീറോയോ? ആരുടെ ഹീറോ? എവിടുത്തെ ഹീറോ? ദേ നോക്ക, നിനക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ ഈ യൂണിഫോം ഇട്ടോണ്ട് ഇറങ്ങിയേക്കുന്നത്. നിന്നെ പോലൊരു ഭ്രാന്ത് കേസ് എന്നെ ഫോൺ ചെയ്ത് ഇഷ്ടമെന്ന് പറഞ്ഞ നിന്റെ പുറകെ കൊച്ചു വർത്താനം പറഞ്ഞ് ഞാൻ നടക്കുമെന്ന് വിചാരിച്ചു. അത്ര മണ്ടനാണോ ഞാൻ? ഇനി നീ എനിക്ക് ഫോൺ ചെയ്താൽ നിന്റെ സെല്ലും കാണത്തില്ല, ചെവിടും കാണത്തില്ലടി. അതിന് ഞാൻ ആരാന്ന് അറിഞ്ഞാലല്ലേ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കൂടി. വെക്കടി ഫോൺ. റാസ്കൽസ്. എന്ത് പറ്റി? ഇതൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ടാ എന്റെ കോളിന് റെസ്പെക്ട് ചെയ്യണമെന്ന് അർത്ഥം. യൂണിഫോം മാറ്റിയാലോ നമ്മൾ വിചാരിച്ചതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഏട്ടാ എവിടെയാ? ചേട്ടാ, അതെ, ബോഡി ഗാർഡ് യൂണിഫോം ഇട്ടിട്ടില്ല ചേട്ടാ. ഇട്ടിട്ടില്ലെന്നോ? അതങ്ങനെ നിനക്കറിയാം? ഞാൻ ജനലിൽ കൂടെ കണ്ടായിരുന്നു. നീ കണ്ടോ? അടിപൊളിയായിരുന്നു. എടി കിറുക്കി, ആ രംഗം നീ കണ്ടതും പോരാ, കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ അടുത്ത് വന്ന് വിളമ്പുന്നോടെ നീ. എന്റെ പൊന്ന് ചേട്ടാ, അയാള് കളർ ഡ്രസ് ആയിട്ടിരിക്കുന്നേ. കളർ ഡ്രസ് ആണോ? അത് ആരോട് ചോദിച്ചിട്ടാ ഇട്ടത്? നീ പിന്നെ അങ്ങോട്ട് നോക്കുന്നത് എന്ത് കാണാൻ വേണ്ടിയാ? ബോസേ, ഇതെന്തൊരു കോലവാ? എന്ത് രസമായാലും മിണ്ടാരടി, ഇതിനാണോ രസം എന്ന് പറയുന്നത്? ഭൂമി, ഇതെന്താ പുതിയൊരു വേഷം? ബർത്ത്ഡേ ആണോ? ഇനി മുതലേ ഇങ്ങനെയായിരിക്കും വേഷം. ലൈഫിലെ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? പക്ഷെ എനിക്ക് ഈ ചേഞ്ച് ഇഷ്ടപ്പെട്ടില്ല ബോസേ. നിന്നെ ചേഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. കമോൺ, മൂവ്. എത്ര വലിയ ബോർഡ് വേടാ. നമ്മുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ വർക്കൗട്ട് ആയെന്ന് കണ്ടോ? ഇതുവരെ ഒരു പെണ്ണിനെയും കാണാത്ത ആള് ഇപ്പൊ ഒരു കുഞ്ഞുങ്ങളെ പോലും വിടുന്നില്ല. നീ വേഗം വാ. എനിക്ക് ഒരുപാട് ബോഡി ഗാർഡിന്റെ ഡ്രസ് നോക്ക. എന്നാ ബോഡി ഗാർഡ് യൂണിഫോം ഒക്കെ മാറ്റി സ്റ്റൈലായിട്ട് വന്നേക്കുന്നേ? പെണ്ണ് കണ്ടിട്ട് വരുവാണോ? അതേടാ, ഒരു പെണ്ണിനെ ഞാൻ തേടിക്കൊണ്ടിരിക്കുക. അവളെ എന്റെ കയ്യിൽ കിട്ടിയാലേ താങ്ക് യു ബോഡി ഗാർഡ്. കുഴപ്പമില്ലല്ലോ അല്ലേ? നമ്മളാണെന്നെങ്ങാനും അറിഞ്ഞ പിന്നെ വെച്ചേക്കില്ല. പേടിത്തുറി, നീ പറയാതിരുന്നാ മതി. മിണ്ടാതെ വാ. എന്തിനടിച്ചിരിക്കുന്ന? ഹലോ, ഒന്ന് നിന്നേ. ഒന്നോട് പറഞ്ഞേ. ഹലോ. ഒരു പ്രാവശ്യം കൂടി. ഹലോ. കുറച്ച് സോഫ്റ്റ് ആയിട്ട് മെല്ലെ ഒന്ന് പറഞ്ഞേ. ഹലോ. ഹലോ. നിനക്ക് പോവാം. വരുന്നുണ്ട്. ഹലോ. എടി, ആരെടി നീ? എവിടുന്നാടി വിളിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ എവിടെയുള്ളേ? ഹലോ എന്ന് പറ.
ഫോണിൽ ഹാലോ ഒന്ന് പറ. വാട്ട്സ് റോങ് വിത്ത് യു? ആർ യു മാഡ്? താങ്ക്സ്. ഏയ് ഒന്നുമില്ല, ഇവിടെ പറഞ്ഞ ഞാൻ വരാടാ. ചോദിച്ച കേട്ടില്ലേ? നീ ഇപ്പൊ എവിടെയാടി ഉള്ളത്? ഞാനാന്ന് വിചാരിച്ച് ഒരു പെണ്ണുമായി വഴക്കുണ്ടാക്കിയില്ലേ, അപ്പഴാ ഞാൻ നിന്നെ ക്രോസ് ചെയ്തത്. എടി ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കൂടി. നീ സംസാരിച്ചോണ്ടിരുന്നോടി. എനിക്ക് ആ മണിക്കൂറിനുള്ളിൽ നിന്നെ കണ്ടുപിടിക്കൂല്ലോ എന്ന് നോക്കിക്കൂടി. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്ന? എന്നെ പ്രേമിക്കാന്ന് ഒരു വാക്ക് പറ. അടുത്ത നിമിഷം ഞാൻ നിന്റെ മുന്നിലുണ്ടാവും, സ്റ്റൈലായിട്ട് ചിരിച്ചു.